നല്ല പടം, നല്ല പടം. പഴയ ദിലീപ് ഏട്ടൻ്റെ ഒരു പെർഫോമൻസ് ഏകദേശം കാണാൻ പറ്റി. പിന്നെ ബോറടിപ്പിക്കുന്നില്ല. ഇല്ല, ആവറേജ് നല്ല മൂവിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ദിലീപിന്റെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. ഫീൽ ഗുഡ് എന്റർടൈനർ, കൊള്ളാം. കോമഡിയൊക്കെ വർക്കൗട്ടായി. അത്ര വലിയ അടിപൊളിയാണെന്നല്ല, കൊള്ളാം, നമുക്ക് കണ്ടിരിക്കാം. ഫീൽ ഗുഡാണ്. നന്നായിട്ടുണ്ട്. ക്ലൈമാക്സ് സൂപ്പറാണ്. എല്ലാവരും നന്നായിട്ടുണ്ട്. വളരെ നല്ല വൃത്തിയുള്ള പടം. കോമഡിയൊക്കെ കൊള്ളാം. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമ. നല്ലൊരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ വന്ന് റിവ്യൂ പറയുന്നതിനായിട്ട് പറയുന്നതല്ല, നല്ലൊരു മൂവിയാണ്. കാരണം ഇപ്പോൾ ആര് കണ്ടാലും കുറ്റം പറയില്ല. അതുപോലെ നല്ലൊരു സിനിമ, ഒരു കുടുംബചിത്രം എന്ന് പറയാം. അപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ വരുന്ന എല്ലാ സിനിമകളും ഹിറ്റാണ്. കാരണം ഇപ്പോൾ ദിലീപേൻ്റെ പടം എന്ന് പറയുന്നത് നെഗറ്റീവ് അടിച്ചാർന്ന് വെച്ചാൽ പടം അങ്ങനെ ഇതായിരിക്കുന്നു. പക്ഷേ അതെല്ലാം വിപരീതമായി, കാരണം പടം വിജയിച്ചു. കാരണം അതുപോലെ പെർഫോമൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ് ദിലീപേട്ടൻ. ഒരുപാട് കഷ്ടപ്പെട്ട് വന്നൊരു കലാകാരനാണ്. തീർച്ചയായിട്ടും സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ തന്നെ ഒരു പൊൻതൂവലാണ്. നല്ലൊരു മൂവി, നല്ല പാട്ടുകളുണ്ട്, അതുപോലെ തന്നെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നല്ലൊരു മൂവി. വിനീത് കുമാർ എന്ന് പറഞ്ഞ നടൻ മാത്രമല്ല, സംവിധായകനാണ് തെളിയിച്ചു. പുതിയ നായികമാരെ കിട്ടി. പിന്നെ അതിൽ നായ്ക്കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നല്ലൊരു മൂവി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിലൊന്നും കോമഡി വർക്കൗട്ട് ചെയ്യാതെ തോന്നി. സെക്കൻഡ് ഹാഫ് നന്നായിട്ട് പോയിരുന്നു. നമ്മളേക്കും പക്ക കോമഡിയാണ്. കോമഡി അപ്പം തന്നെ സെൻറ്റിമെൻറ്റ്സ് നന്നായിട്ടുണ്ട്. എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലി ഫിലിമിലൂടെ എല്ലാ എലമെൻസും ഉണ്ട്. ഫാമിലി ഓഡിയൻസ് എന്തായാലും കയറും. ഒരു വിൻറ്റേജ് ദിലീപേട്ടൻ തന്നെയാണ്. ജനപ്രിയനായിട്ട് തിരിച്ചറിവായിട്ട് എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫ് വളരെ നല്ലതാണ്. സെക്കൻഡ് ഹാഫ് കൂടുതൽ ഇഷ്ടമാണ്. എനിക്കൊരു ആവറേജ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലെ കോമഡി ഒന്നും അത്രയ്ക്ക് വർക്കായിട്ടില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകും. അതായത് ഒട്ടും ലാഗില്ലാണ്ട് ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ദിലീപിൻ്റെ പടം എന്ന് പറഞ്ഞാൽ വരുമ്പോൾ കുറച്ച് കോമഡി കൂടുതൽ പ്രതീക്ഷിക്കും. കോമഡി ഇല്ലെന്നല്ല, കോമഡി അത്രയ്ക്ക് അങ്ങോട്ട് കൂടുതലില്ല. അതായത് പുള്ളിയുടെ പണ്ടത്തെ ക്രേസി ഗോപാലൻ പാർക്ക് നൽകി അങ്ങനത്തെ ഫുൾ ടൈം കോമഡി പടമില്ലേ, ആ ഒരു ലെവലല്ല പടം. പുള്ളിയുടെ സേഫ് സോണും അത് തന്നെയാണ്, കോമഡി പടങ്ങളാണ്. അതായത് ഇത് ട്രാക്ക് മാറ്റി കുറച്ച് സീരിയസ് ഇമോഷണലൊക്കെ കഥയായിട്ടുള്ള ഒരു സംഭവമാണ് വന്നത്. എന്നിരുന്നാലും പടം കൊള്ളാം. അതായത് ആക്ടിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഗ്യാപ്പ് ഒരു രീതിയിലും ബാധിച്ചല്ല. അതേപോലെ തന്നെ ജോണി ആൻ്റണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഏതായാലും പടം ഒരു തിയേറ്റർ വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.